ഇന്നത്തെ ചിന്താവിഷയം നല്ല ഗുരു. അന്ന് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന വേളയിൽ പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മറുരൂപമലയിലും ഇവർ 3 പേർ തന്നെയാണ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രിയരെ, യേശു പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുപോലെ യോഹന്നാൻ യേശുവിൻ്റെ വത്സല ശിഷ്യനായിരുന്നു. എന്നാൽ അതേ പത്രോസ് തന്നെയാണ് ഒടുവിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഒരു ശമരിയ ഗ്രാമം യേശുവിനെ തിരസ്കരിച്ചപ്പോൾ യാക്കോബും യോഹന്നാനുമാണ് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് യേശുവിനോട് ചോദിച്ചത്. അതെ, തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളവരെ യേശു സ്നേഹത്തോടെ തന്നോട് ചേർത്ത് നിർത്തിയെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് നല്ല ഗുരു എന്ന പേരിൽ അറിയപ്പെട്ടത്. സ്നേഹിത, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ് എന്ന് നമുക്കറിയാം. ആകയാൽ ജീവിതയാത്രയിൽ നമ്മുടെ ഗുരുവായി നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8.